5-6 ദിവസം കൊണ്ടൊരു സിനിമ ആലോചിക്കുക, അല്ലെങ്കിൽ ഇപ്പം ബാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ കാണുന്ന പല സിനിമകളും 25 ദിവസം 30 ദിവസം പരമാവധി 50 ദിവസം അല്ലെ. ഭരതൊക്കെ എത്ര ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഭരതം കഥ 5-6 ദിവസമൊന്നുമില്ല, 2 മണിക്കൂർ കൊണ്ടാണ് ഒരു കഥ ആലോചിക്കുന്നത്. രാവിലെ 9 മണിക്ക് ഈ കഥ മാറ്റണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് 1 മണിക്കൂറിൽ ഈ പുതിയ കഥ തീരുമാനിക്കുന്നു. അത് എഴുതാനായിട്ട് ആ കഥ തീരുമാനിച്ച് 4-ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. 4-ാം ദിവസം ഷൂട്ടിംഗ്, കഥ തീരുമാനിച്ച് ഈ കഥയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളൊരു പൂർണ്ണ രൂപം പ്രൊഡ്യൂസറായ മോഹൻലാലിൻ്റെ അടുത്തും അതിനെ ഡിസ്ട്രിബ്യൂട്ടറോടും പറഞ്ഞ ശേഷം നമ്മൾ 23-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് തീരുമാനിച്ച കഥ 27-ാം തീയതി രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ എഴുതി വരുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ തമ്മിലായതുകൊണ്ട് ഉള്ള ഒരു കൺവീനിയൻസ് ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട്. അപ്പോൾ 27-ാം തീയതി തുടങ്ങിയ ഷൂട്ട് ഏതാണ്ട് 30-ൽ താഴെ ദിവസം. കാരണം ഇതിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിക്കപ്പെട്ടു പോയി. ഈ പ്രണവം ആർട്സിൻ്റെ സിനിമകളെല്ലാം മാർച്ച് ലാസ്റ്റ് വെള്ളിയാഴ്ച, മാർച്ച് അവസാനത്തെ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുമെന്നുള്ളത് തിയേറ്ററുകളുടെ ഡേറ്റ് നേരത്തെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ്. ജനുവരി 27-ാം തീയതി ഷൂട്ട് ചെയ്യുന്നു, ഫെബ്രുവരി ഒരു 20-25 വരെ ഷൂട്ട് ചെയ്യുന്നു. 1 മാസത്തോളം ഷൂട്ട് ചെയ്തു. അത് കൂടാതെ ഇതിനകത്തെ പാട്ടുകളിൽ കുറേ പോർഷൻസ് നമ്മൾ മദ്രാസിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ കഥ തീരുമാനിച്ച് ഏതാണ്ട് 60-ൽ താഴെ ദിവസങ്ങൾക്കുള്ളിൽ ഇത് തിയേറ്ററുകളിലെത്തുകയാണ്. അതൊരു ഗിന്നസ് ബുക്ക് റെക്കോർഡെന്ന് പറയാം. അല്ല, ഇതേ സാധിച്ചതാണ്, ചെയ്ത് കഴിഞ്ഞതാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് ഇതിന്ന് ബാക്കിയിട്ട് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ പറ്റി, 30 ദിവസമുണ്ട് 5 ദിവസമുണ്ട്, ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിക്കാം. അന്ന് ഇതെങ്ങനെ പറ്റിപ്പോയെന്ന് എപ്പോഴെങ്കിലും സാറിനൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് അന്ന് സാധിച്ചതെന്നുള്ളത്? ഇല്ല, അതല്ലാതെ മാർഗമല്ലോ. 2 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്നെങ്കിൽ ഈ പ്രോജക്റ്റ് ടോട്ടലി മാറ്റി വെക്കണം. അപ്പോൾ തിയേറ്ററുകളുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ മാറും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ലാൽ അതിന് തയ്യാറുമാണ്. ലാൽ പറഞ്ഞു, നമ്മുടെ സ്വന്തം പടമല്ലേ, നമുക്ക് മാറ്റി വെക്കാം, ഇത് അല്ലെങ്കിൽ ഇനിയുള്ള പ്രോജക്റ്റുകളെ ബാധിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് 4 മണിക്കൂർ സമയം തരും, ഉച്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് ഞാനൊരു കഥ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു. പക്ഷേ 1 മണിക്കൂറിൽ കഥ കിട്ടിയതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ എഴുതി വരുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഓരോ ഘട്ടത്തിൽ. ഒരു ദിവസം രാവിലെ ലോഹിയാൻ പറയും, ഇന്നിപ്പോൾ ഒരു പാട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്ന്, ഈ പാട്ടെന്ന് പറയുന്നത് നിസ്സാര പാട്ടല്ല, ഇത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ്. ഓരോ പാട്ടിനും 6 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ ദൈർഘ്യമുള്ള പാട്ടുകളാണ്. ഗോപാംഗനയുണ്ട്, രാമകഥാ ഗാനലയുണ്ട്, ശ്രീവിനായക സ്റ്റേജിൽ വെച്ച് പാടിയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ കഥാപാത്രത്തിന് രഘുവംശവധ ഒരു പേരെഴുതുമ്പോ ഒരു പാട്ടും കൂടെ ഉണ്ടല്ലോ, ധ്വനിപ്രസാദം എന്നൊക്കെ പറയുന്ന ഒരു കീർത്തനം പോലത്തെ ധ്വനിപ്രസാദം. അതെ, അതുകൊണ്ട് ഇത്രയും പാട്ടുള്ള പടമാണ്. പിന്നീട് എത്ര അവാർഡുകളും എത്ര പ്രതിഭകളുടെ അതിന്റെ കാസറ്റൊക്കെ എടുത്തു നോക്കിയാൽ ലാലേട്ടന് നാഷണൽ അവാർഡ്, സിനിമയ്ക്ക് അവാർഡ്, ദാസേട്ടൻ അവാർഡ്, രവീന്ദ്രൻ മാഷ്ക്ക് മെൻഷൻ, എന്തോരം അവാർഡുകളുള്ള ഇതിലേക്ക് വന്നതെന്നുള്ളതാണ്. ഭാരതവുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം കൂടിയുണ്ട്. ഞങ്ങൾ പന്നിയങ്കര എന്നുള്ളൊരു വീട്ടിലാണ് സാർ മെയിൻ ലൊക്കേഷൻ. ലാലേട്ടൻ്റെ വീട് വേണിച്ചേട്ടൻ്റെ ഒക്കെ വീടായിട്ടാണ്. അപ്പോൾ ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷനാണ്. ലാലേട്ടൻ, വേണിച്ചേട്ടൻ, ലക്ഷ്മി, ലളിതേച്ചി, ഒടുവിലാൻ, എല്ലാവരും കോമ്പിനേഷൻ. പിന്നെ അവിടെ ആ ഡേ സീൻ ഉച്ചയ്ക്ക് തീരും. ലോഹി എഴുതിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ. സീൻസ് നമുക്കുണ്ട്, പക്ഷെ ആ ലൊക്കേഷനിൽ ഡേ സീൻസ് ഇല്ല. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് 10-12 കിലോമീറ്റർ പോയിട്ട് വേണം ഉർവശിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നിടത്തൊരു ഡേ സീനുണ്ട്. പിന്നെ നൈറ്റ് ഇവിടെയുള്ളത്, തിരിച്ചിങ്ങോട്ട് വരണം. ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. എൻ്റെ ഒരു ഷിഫ്റ്റിങ്ങും ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, ഇവരൊന്ന് ലോഹിയുടെ അടുത്ത് പോയിട്ട് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയും, നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സീനുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാമല്ലോ, ഇത്രയും ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ കാറെടുത്ത് പോകുന്നു. അപ്പോൾ ബ്രേക്ക് പറഞ്ഞു, ലഞ്ച് ബ്രേക്ക് പറഞ്ഞു. ഹോട്ടലിൽ പോയി ലോഹി അവിടെ ഇങ്ങനെ തലക്കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ ടെൻഷനിൽ നടക്കുന്നുണ്ട്. ഞാൻ ചെന്നു, ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു സീൻ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു സീനുണ്ട്, പക്ഷെ നമുക്ക് പുള്ളിക്ക് എൻ്റെ സാങ്കേതികത്വം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. സാറ് പറഞ്ഞത് ഷിഫ്റ്റ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, അവിടെ ഒരു സീൻ വേണം. പുള്ളി ഇരിക്കാൻ പറഞ്ഞു. പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ഒരു എഴുതാൻ പറഞ്ഞത് ഇപ്പം 25 വിചാരിക്കുക, 26 നൈറ്റ് എന്നാ സംഭവം, 27
ഇങ്ങനെ 11 സീൻ പറയുകയാണ്, എഴുതിയിട്ടില്ല അത്. സീൻ ഓർഡർ പറയാ. പിന്നെ ഓർഡർ പറയാം. അത് ഞാൻ സാറിന് മുമ്പിൽ സീട്ട് വലിക്കാത്ത ഞാൻ വിൽസിന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലാണ് എഴുതുന്നത്, ഈ നോട്ട് ഇത് ചെയ്യും. ഭരതം സിനിമയിലെ സീനിന്റെ കാര്യമാണല്ലോ അതെ, അതെ, അതെ. വിൽസിന്റെ പാക്കറ്റിൽ എഴുതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ സാറിന് മുമ്പിൽ കൊണ്ടു കൊടുക്കുന്ന അതാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് 12ാമത്തെ ആയിട്ടാണ് ഈ സീൻ എഴുതുന്നത്. പുള്ളി 2 സീൻ, ഒരു സീൻ അതിൻ്റെ ബൈ സീൻ A B. ഞാനത് ചുറ്റി കൈ പിടിച്ച് നേരെ കാറിൽ വന്നിട്ട് നേരെ പന്നിയങ്കരയ്ക്ക് പോവാണ്. അപ്പോൾ സാറിങ്ങനെ ടെൻഷനായിട്ട് ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള പന്നിയങ്കര അവിടെ ഒരു ഇതുണ്ട് ഗേറ്റിൻ്റെ അവിടെ പഠിപ്പുര. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു, സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഉടനെ അവിടെ ഇരുന്ന് കോപ്പി എടുത്ത് അതിൻ്റെ ഒരു 2 കോപ്പി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഷോട്ട് വെക്കണ്ടേ, അല്ല പണി നടക്കണ്ടേ. അല്ല, അതിനൊരു കാര്യം കൂടി ഉണ്ട്. അത് 2 പ്രതിഭകളുടെ, ഞാൻ പറഞ്ഞ സിബി സാറും ലോഹിദാസിൻ്റെ ഒരു കൂടിച്ചേരലിൻ്റെ ഒരു സാധനം കൂടിയാണ്. ഇയാൾ 12 സീന് വിട്ടിട്ട് എഴുതി തരുന്നു. ഇത് ഞാൻ പോയിട്ട് കോസ്റ്റ്യൂമറുടെ പെട്ടിയുടെ മുകളിൽ വെച്ച് ബാക്കിയുള്ളവർ ഊണ് കഴിക്കുകയാണ്. കോപ്പി എടുത്തിട്ട് സാറ് വന്നിട്ട് നോക്കി എന്താ. അപ്പം ഞാൻ ഈ പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇതാക്കിയാണ് സീനുകൾ അത് കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത്രയും സീക്വൻസസിൻ്റെ ഇമോഷണൽ ഗ്രാഫ് കാര്യങ്ങൾ എനിക്കറിയില്ല. ഈ 11 സീനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, കഥ നിർമ്മാത്തം വളർന്നിരിക്കുന്നു. അതിന് മുമ്പുള്ള ഒരു ഈ ചെയ്തുള്ള ഒരു അതാണ് ഞാൻ ആ ഒരു കൂട്ടായ്മ, ഒരു സിൻക്രണൈസിങ്, ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ഞാനിത് എഴുതി സാർ, ഞാൻ ഫസ്റ്റ് പേജ് എഴുതി, ഇനിയും 3-4 പേജ് എഴുതണം. കാരണം ഇത് പുള്ളിയുടെ ചെറിയ അക്ഷരമായതുകൊണ്ട് 5-6 പേജ് വരും ഈ സീൻ. സാർ ഫസ്റ്റ് പേജ് എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ക്യാമറ ഫസ്റ്റ് ഷോട്ട് ഇവിടെ എന്ന് പറയുന്നു. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം. കാരണം ഈ സീൻ കൺസീവ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അതൊക്കെ ഈ 2 എനിക്കൊന്ന് സാറിനും എത്തി പറയാം 2 പ്രതിഭകളുടെ ഒരു ഭയങ്കര ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ സിനിമകളുടെ ഒക്കെ ഒരു പ്രതിഭകളുടെ ഏരിയ അങ്ങോട്ട് പിടിച്ചാൽ തീരില്ല. അതിന് മാത്രം ആളുകളാണ്. ഒരുപാട് സിനിമകളിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന കാര്യത്തിലും ലോഹിത് സാറിന്റെ സിനിമകളിൽ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് മേജർ വേഷങ്ങളിൽ ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും സഹവേഷങ്ങളായിട്ടും ഒക്കെ ഒരുപാട് പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരാളെ ഞാനിപ്പോൾ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് വളരെ ജനകീയമായ ഒരു സിനിമയിൽ നമുക്ക് പെട്ടെന്ന് ഇയാൾ മലയാളിയാണോ, ഇയാൾ ഏത് നാട്ടുകാരനാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ വന്ന ഒരു സാധാരണ തൊടുപുഴക്കാരൻ. പക്ഷെ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്ത്, സഹപ്രവർത്തകൻ, നമുക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട നിഷാന്ത് സാഗർ. നിഷാന്ത് ഭായ്, നമസ്കാരമുണ്ട്. നമസ്കാരം. ലോഹിത് സാറിന്റെ ഒരു കണ്ടെത്തലാണ്. ഓർമ്മയുണ്ടോ ആദ്യ കാണലുകളും കാര്യങ്ങളൊക്കെ? ആ കാലത്തൊക്കെ ചിലപ്പോൾ പ്രിന്റ് മാഗസിനിൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കാണും. ശരിക്കും എന്താ പറയാ, എൻ്റെ ആദ്യത്തെ സിനിമ ദേവദാസി എന്നൊരു സിനിമയാണ്. ബിജു വർക്കി ഡയറക്റ്റ് ചെയ്ത്. അതെ, ബിച്ചേട്ടൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പം എന്താ പറയാ, ഈ ദേവദാസിയുടെ പോസ്റ്റർ ഇറങ്ങിയത് അത് സാർ അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ദിലീപേട്ടൻ ത്രൂ ഞാനത് എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു അജി കിഴിലം എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂമർ. അപ്പം അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ദിലീപേട്ടനായിട്ട് സംസാരിക്കുമ്പം സാറിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു. അപ്പം സാറിങ്ങനെ ഒരു പടം ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം സാറിൻ്റെ മനസ്സിലുള്ളൊരു രൂപമാണ് എന്നൊക്കെ സാറ് പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞ് അതങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറയുകയും ഞാൻ അങ്ങനെ സാറിനെ വിളിക്കുകയാണ് ഉണ്ടായത്. വിളിച്ചിട്ട് സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ സാറിനെ കാണാൻ പോവുക ചെയ്തത്. ഓർമ്മയിലെന്നും